എൻ്റെ അമ്മാമ്മയുടെ റിട്ടയർമെൻറ്റ് ഡേയുടെ കുറച്ച് വീഡിയോ ക്ലിപ്സാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു മെമ്മറി പോലെ സൂക്ഷിക്കാമെന്ന് വിചാരിച്ചെടുത്ത വീഡിയോ ആണ്, അല്ലാതെ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. വെൻ ഐ ടോക്ക് അബൌട്ട് ഇറ്റ്, അമ്മാമ്മ പറഞ്ഞു എന്താ പിന്നെ വ്ളോഗായിട്ട് ഇടാം. ആൻഡ് ഐ വാസ് ഓൾസോ ഹാപ്പി വിത്ത് ഇറ്റ് ബിക്കോസ് അമ്മാമ്മ എന്നും ഓർമ്മിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്. അതേപോലെ ഷീ ഹാസ് വർക്ക്ഡ് there for more than 20 years I guess, because അമ്മാമ്മയുടെ കൂടെ ജോലിക്ക് കയറിയ പലരും ഇപ്പോഴും അവിടെ ഉണ്ട്. ആൻഡ് ഇറ്റ് വാസ് എ PG hostel for like it was running by government. സോ അതുകൊണ്ട് തന്നെ പല ജില്ലകളിലുള്ള കുട്ടികളും അവരുടെ കൊളീഗ്സ് തന്നെ പല ജില്ലകളിൽ നിന്ന് വന്നതാണ്. സോ ഐ എം സോ താങ്ക്ഫുൾ ഫോർ ദോസ് പീപ്പിൾ who have been there and supported my grandmas. And നമുക്ക് ഫസ്റ്റ് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി. ആൻഡ് ഐ വാസ് അമേസ്ഡ് ബിക്കോസ് ഞാൻ ഇത്ര ആൾക്കാരുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ട്, പക്ഷെ ഇത്രയും സ്റ്റാഫ്സ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക്. സോ ഐ വാസ് ലിറ്റിൽ സർപ്രൈസ്ഡ്. ദെൻ അതിനുശേഷം ഓരോരുത്തരുടെ അവരുടെ അമ്മാമ്മയായിട്ടുള്ള ഒരു റിലേഷനും പിന്നെ അവരുടെ തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ്ങും ഒക്കെ ഇറ്റ് വാസ് ക്വൈറ്റ് ഓവർവെൽമിങ് ഫോർ ഹർ. ആൻഡ് ഓൾസോ ഞാൻ അമ്മാമ്മേനെ ഇതുവരെ ഇത്രയും ഇമോഷണലായിട്ട് കണ്ടിട്ടില്ല. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ഫോർ ഹർ for getting this much loving people. And also ഇപ്പോൾ അമ്മാമ്മ ഞങ്ങളെല്ലാവരും പരിചയപ്പെടുത്തുമായിരുന്നു, ലൈക്ക് മൈ ഫാദർ, my aunt, my uncle. സോ ദൂരെ നിന്ന് വരുന്നവർക്കും കൂടെ ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് എൻ്റെ കൊളീഗ്സ് അവിടെ വെച്ച് ജോലി ചെയ്യുന്ന സ്ഥലത്താണ് വെച്ചു. അതിനോടൊപ്പം അമ്മയോടൊപ്പം സഹായിച്ച ഓരോരുത്തരും വന്നിട്ടുണ്ട്. അവരവർക്ക് ഓരോരുത്തർക്കും അമ്മയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്യും. നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോലിയായിട്ടായിരുന്നു. അവിടെ എന്താണ്
ചേച്ചി പറഞ്ഞു ഞങ്ങളോട് സഹകരിച്ചാൽ ഞങ്ങൾ സഹായിക്കും. ആ വാക്കിക്കൊണ്ടിട്ട് ചേച്ചി പറഞ്ഞു അങ്ങനെ പോലെ 5 മണി മുതൽ ഞാനവിടെ സഹകരിച്ച് ഞാൻ പോകുമായിരുന്നു. എന്നാൽ എൻ്റെ ആ പ്രത്യേക സാഹചര്യം ചേച്ചി രാജശ്രീ ചേച്ചി എന്നെ ഒരു യാത്ര സൗകര്യങ്ങളോടെ കൈകൊടുത്തു. അതുപോലെ നന്ദി സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ ചേർത്ത് പറയാം. കഴിയുമ്പോൾ പ്രണയം തോന്നുക അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ മക്കൾ വിളിക്കാറുണ്ടോ, മക്കൾക്ക് സുഖമാണ് അത്. പിന്നെ ചേച്ചിയോട് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഏത് നാട്ടിൽ എന്ത് കാര്യമായാലും ചേച്ചി പോകും. എത്ര ശാരീരിക അസ്വസ്ഥത ഉണ്ടെങ്കിൽ പോലും ചേച്ചി അത് ഗൗരവിക്കും. അങ്ങനെ ഒരു സുഖത്തെ ഇനിയും ചേച്ചിക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചേച്ചിക്ക് ഇനിയുള്ള എല്ലാ വഴികളിലും എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും എല്ലാം നേർക്കും. ചേച്ചി ഇനിയും 1000 പൂർണ്ണേന്ദ്രന്മാരെ കാണാനുള്ള ഒരു ഭാഗ്യം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു.
സുഹൃത്തുമാർ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം തോന്നാൻ ഒരു വിദ്യാർത്ഥിയായിട്ട് ഒരു ഗീതാ മേഡം അങ്ങനെ 15 പേര് ഈ കാലഘട്ടത്തിൽ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. മാത്രമാണ് ഇവിടെ ഉള്ളത്. അവരോടൊക്കെ ഈ സന്തോഷത്തോടും സ്നേഹത്തോടും പെരുമാറുവാനും അത് ഞങ്ങളോടൊപ്പം അതുപോലെ തന്നെ ഞങ്ങളുടെ സൈനികമായിട്ട് ഇടയായി ഇവിടെ വീരാറാൻ സാറ് വളരെയേറെ കാര്യങ്ങളൊക്കെ അത് സുഹൃത്തമാരെ എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരുടെയും നമ്മുടെ ആൻസാറെ എല്ലാവരും ആൻസാർക്കുള്ള ദേശത്തിലുള്ള ആദ്യം ഓഫീസിൽ എല്ലാവർക്കും ചില വേറോടെ കൊണ്ടുപോയി ഇതായി കറങ്ങി നടന്നിട്ട് അവിടെ വന്ന് ഈ ആരോഗ്യം ഇരിച്ചു നോക്കിയിട്ട് അകത്ത് കയറുന്നു. എന്തെങ്കിലും അയാൾക്ക് മുമ്പ് കുറവോ അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അവിടെ കുട്ടിമാരുണ്ടെങ്കിൽ അതിന് വളരെ കാണും പരിഹരിക്കണം ഉള്ള ക്രമീകരണങ്ങളെ ചെയ്യും. എല്ലാത്തിനും ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാ സന്തോഷത്തോടുമായിട്ടും എല്ലാ സാധ്യതകളും ചേച്ചിയുടെ ആ സ്നേഹം കാരണമാണ് ഇന്ന് വലിയ സ്ഥാപനം കൊണ്ടുപോകാനായിട്ട് ഇവിടെ വിട്ട് മറ്റു ഹോസ്റ്റലിലേക്ക് കടന്നുപോയ ഇവരൊക്കെ ഇവിടെ ഇത്രയും ദൂരം വീട്ടിൽ കൂടെ വന്നത് ചേച്ചിയുടെ ആ സ്നേഹം കൊണ്ട് മാത്രമാണ് നന്ദി. അതേപോലെ ഇനിയും പരസ്യത്തിൽ കാണുവാനും കണ്ടുകൊടുക്കാനൊക്കെ ഇടയുണ്ട്. ആ സമയത്ത് അന്ന് കണ്ട മുഖങ്ങളെ മറക്കാതെ സ്നേഹത്തോട് സന്തോഷത്തോടുകൂടി ഓടുകൊണ്ട് ഒരു ഭാഗത്തും രണ്ടുപേരും ചെറിയൊരു പാട്ട് പരിപാടി ഞാൻ സംസാരിച്ചത് മുഴുവനായിട്ട് റെക്കോർഡ് ഞാൻ ചെയ്തിട്ടില്ല. കാരണം അവർ സംസാരിച്ചതൊക്കെ ഞാനിങ്ങനെ കേട്ടിരിക്കുമായിരുന്നു. ലൈക്ക് അവരവരുടെ എക്സ്പീരിയൻസും അമ്മാമ്മയായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പും അതെല്ലാം പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ റെക്കോർഡ് ചെയ്യാൻ നിന്നിട്ടില്ലായിരുന്നു. ഞാൻ അവർ പറയുന്നത് എന്തൊക്കെയാണെന്ന് കേട്ടിരിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ കൊളീഗ്സ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ലൈക്ക് ഒരു മൊമെൻറ്റോ ഉണ്ടായിരുന്നു. പൊന്നാടനീക്കിലുണ്ടായിരുന്നു. ഈ കേക്കൊക്കെ കൊളീഗ്സ് തന്നെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്. ലൈക്ക് മമ്മ വാസ് ലൈക്ക് ഷി വാസ് സോ ഹാപ്പി ഇൻ ദാറ്റ് ഡേ. അതേപോലെ സങ്കടവും ഉണ്ടായിരുന്നു എല്ലാവരും വിട്ട് പിരിയുന്നതിലൊക്കെ. അങ്ങനെ ഇറ്റ് വാസ് എ ഗുഡ് സെലിബ്രേഷൻ ആഫ്റ്റർ ഓൾ. ഞങ്ങൾ
അപ്പോൾ അമ്മയോടൊരു കാര്യം പറഞ്ഞത് ഒരു തെറ്റായ കാരണമാണ്. കാരണം ഞാനിപ്പോൾ അമ്മയെ പറ്റി ഒരാളോട് പറഞ്ഞു എന്നുള്ളൊരു കാരണം ഒന്നും ചെയ്തില്ല. ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനൊരാളെ എന്നെപ്പറ്റി ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞെന്നുള്ളതായിരിക്കും. ഞാൻ ആരാണ് എന്താണ് ഞാൻ പറയും. ഞാനിപ്പോൾ എല്ലാവരും ഇവിടെ എല്ലാവരും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് അപ്പോൾ സംബന്ധിച്ചെങ്കിലും ഒരു സംസ്ഥാനത്ത് എന്തെങ്കിലും അടുത്ത കാര്യങ്ങൾ പറയും. അതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അപ്പോൾ അമ്മയെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആരും ഒന്നും പറഞ്ഞാൽ ശരി എൻ്റെ അടുത്തൊന്നും ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇംഗ്ലീഷ് വിളിച്ചു നോക്കാം അമ്മയുടെ കുട്ടികളൊന്നും ഞാൻ ചോദിക്കുന്നത്. പക്ഷെ അമ്മ ആദ്യം ആരാണെന്ന് പറഞ്ഞില്ല. ഇതിലെന്തെങ്കിലും കാര്യത്തിൽ ഞാൻ സംസാരിച്ചു അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞു. നമുക്കത് സത്യം എന്താണോ ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെ തോന്നി എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അതൊക്കെ ഞാനത് അപ്പോഴത്തെ ഇതിലേക്ക് കിട്ടുകയാണ് പ്രശ്നമൊന്നുമില്ലായിരുന്നു. നമുക്കതിലേക്ക് സന്തോഷം ഞാൻ പറയാൻ പറയുന്നുണ്ടോ. കാരണം നമ്മുടെ ഉള്ളിലേക്ക് ഈ കൂട്ടത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ശരി നമ്മുടെ ഉള്ളിൽ നമ്മളെ പറ്റി അല്ലെങ്കിൽ മറ്റൊരാളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയും നമ്മളത് നട്ടിക്കൊണ്ട് അറിയും. ഈ പറയുന്നവരും അറിയത്തില്ല, ഈ പറഞ്ഞവരെ അവരുടെ പാട്ടിൽ പോയിട്ട് ഈ രണ്ട് വ്യക്തികളായിരിക്കും മനസ്സിൽ വെക്കുന്നത് എന്നെപ്പറ്റി ഇന്നത് പറഞ്ഞ് പിന്നാലെ വരുന്നുള്ള കാരണം അവർ മറ്റു വർഷങ്ങളോളം നടക്കുന്നത്. പക്ഷെ ഞാൻ ഒരു പക്ഷേ അന്ന് അമ്മയോട് അത് എന്താണ് ഏതാണെന്ന് ഞാൻ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം ഇന്നും അമ്മേൻ്റെ കിട്ടത്തില്ല, അതേ സംസാരിക്കത്തില്ല. പക്ഷെ അമ്മ അറിയണമെങ്കിൽ ഞാനും അറിയണതിലേക്ക്. പിന്നെ അമ്മയെ ആളുകൾ ഞാൻ സംസാരിച്ചുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കാര്യങ്ങൾ അറിയാം. അമ്മ അതിനുശേഷം പിന്നെ എപ്പോഴും വീണ്ടും പറഞ്ഞു കാര്യങ്ങൾ ഞങ്ങളെല്ലാവർക്കും കുട്ടിയെ കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങളിവിടെ ചായ കുടിക്കുന്ന സമയം ഞാനിവിടെ കാര്യങ്ങൾ സംസാരത്തിലേക്ക് ഞങ്ങൾ പോകും. വീട്ടുവിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു എല്ലാ കാര്യങ്ങളും തിരക്കും സംസാരത്തിലേക്ക് പോകാറുണ്ട്. അതിനൊക്കെ ഉപരിയായിട്ട് ഒരു 3 മാസം ആ സമയത്ത് അമ്മയാണ് ശരി കോഴിക്കോട് വന്നത്. ഇപ്പൊ അമ്മേനെ ഞാൻ ഇവിടുന്ന് കാണുമ്പോൾ നമ്മുടെ ഈ സെക്രട്ടറി നമ്മുടെ ഈ പേര് വരെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ പല പ്രാവശ്യം ഞാൻ കയ്യെ പിടിച്ച് അമ്മയ്ക്ക് കയറാൻ വയ്യ എന്നത് കയ്യെ പിടിച്ച് ജീവിതം കൊണ്ടുപോയി അതുകൊണ്ട് കുറെ കുട്ടികൾ കൊണ്ടുപോകാനാണ്. ആ അമ്മ നമ്മുടെ ദൂരത്ത് നടക്കാനുള്ള തയ്യാറാണ്. എനിക്ക് ആ ഒരു സമയത്ത് അത്ര ബുദ്ധിമുട്ട് വരുമ്പോൾ എൻ്റെ വീട് 10-20 കിലോമീറ്റർ അപ്പുറം അത്ര ദൂരത്ത് അമ്മ തയ്യാറാണ് ഒരുപാട് പേര് വന്നു. എന്നാൽ എൻ്റെ ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അമ്മയെ സംബന്ധിച്ച് അവിടെ ഭയങ്കര ചെറുപ്പം അമ്മ അവിടെ ഞാൻ പറഞ്ഞു ചില പറഞ്ഞു അവിടെ അത്ര ദൂരത്ത് ഞങ്ങൾ വരുന്ന വളരെ ചരിത്രം അത്ര ദൂരത്ത് ദിലീപ് മലപ്പുറത്താണല്ലോ കേരളം കൊല്ലത്താണല്ലോ. അപ്പോൾ അത്ര ദൂരം തന്നെ ആ ഒരു ഡിസ്റ്റൻസ് ഇത്ര വർഷം ഒരു 4-5 മണിക്ക് വരെ ഇരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുന്നതായിരുന്നു. ഒരാൾക്ക് പറ്റില്ലായിരുന്നു. അത്ര ദൂരം അമ്മ അത് സഹിച്ച് അവിടെ വരുമ്പോൾ പറഞ്ഞാൽ നിസ്സാര കാര്യങ്ങളുണ്ട് അമ്മ സംബന്ധിച്ചു. വ്യക്തിപരമായിട്ട് അല്ലാതൊക്കെ ആയിട്ട് തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം വരുന്ന കാര്യം എനിക്ക് ജോലികളുണ്ടാവും സംസാരിച്ചതുണ്ടാവും അത് ഒരുപാടായിട്ട് കിട്ടുന്നതൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ തന്നെ ഞാൻ അമ്മയെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ രാമനായിട്ട് റിട്ടയറായി പോയിട്ടുണ്ട്. ഒരു ദിവസം ഒരു മടക്ക് പോകാതെ എല്ലാ അവസരവും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും വിഷയപ്പെട്ട കാര്യങ്ങളുടെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. അമ്മയെ വിളിക്കാറുണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ വാക്കുകളൊന്നും പറഞ്ഞാൽ നമുക്ക് തീരും. അത്രയൊക്കെ സ്നേഹവും ഇതൊക്കെ അമ്മയോട് അമ്മയെ കിട്ടുന്നുണ്ട്. എല്ലാം പറഞ്ഞു
പ്രതീക്ഷിക്കണമെങ്കിൽ നമുക്കറിയാമല്ലോ. ഞങ്ങളിവിടെ ആ ജോലിക്ക് വരുമ്പോൾ ആദ്യം ഞങ്ങൾ അനുഭവിച്ചത് ഏകദേശം 20 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഹോട്ടൽ ഫീൽഡിലുള്ളതാണ്. ഇവിടത്തേതായിട്ട് ഒരു ചിക്കൻ കറി, ആ ചിക്കൻ കറി എല്ലാം ചിക്കൻ കറി തന്നെ നമുക്ക് ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ ബട്ടർ ചിക്കനാണ്, നാടൻ ചിക്കനാണ്, ചിക്കൻ ചൂടാണ്. ഞങ്ങളത് എന്തെങ്കിലും മാറ്റി വെച്ചിട്ടാണ് എന്തെങ്കിലും വിഷയം ജില്ലാ ഓഫീസിൻ്റെ ഡയറക്ടറേറ്റ് പോകും, അവിടെ ചോദിച്ചോളും നമ്മെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം അമ്മയ്ക്ക് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, ഫാമിലിയിൽ ചിലപ്പോൾ വരുമ്പോഴത്തേക്ക് അമ്മ വരുന്നതിന് ഞാനുള്ള ദിവസങ്ങളിൽ നമ്മൾ ജോലി ഞങ്ങൾ ചെയ്തില്ല. ഒന്ന് പ്രതീക്ഷിച്ചിട്ടല്ല, ഈ പ്രായത്തിൻ്റെ പ്രായമുള്ള കാര്യങ്ങളൊക്കെ അപ്പത്തിൻ്റെ പോകാനൊക്കെ പോകുന്നില്ല. അതൊക്കെ നമ്മുടെ മാമനാരുണ്ട്, അതൊക്കെ മിനി മമ്മൂട്ടി എന്നാണ് പറയുന്നത്. എന്നെക്കാട്ടും പ്രായമാണോ അതുപോലെ എന്തെങ്കിലുമൊക്കെ സന്തോഷമായിട്ട് എന്ന് രാവിലെ ഞാൻ മക്കളെ പൊളിക്കുന്നു എന്നെ നോക്കുന്നു. എൻ്റെ മക്കളെ ജനനം മുതൽ എന്താ പറയുക എല്ലാ ദിവസവും പിന്നെ ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ തന്നെ ഓരോ ദിവസം വീട്ടിലേക്ക് ആക്കിയിട്ടുണ്ടാണ്. വീട്ടിലെ പോയി വൈകുന്നേരം ഞാൻ ചിലപ്പോൾ കളിക്കാർക്ക് ഇറങ്ങി മാറും വീട്ടിലോട്ട് പോകും. അടുത്ത ദിവസം എല്ലാവരും സർവീസിൽ കയറുമ്പോഴേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദിവസമാണ്. അത് വരും. ഇപ്പോൾ ഞങ്ങളത് നമ്മൾ ഞങ്ങളാണ് ചിന്തിച്ചത് സ്പെഷ്യൽ ഡേ ആയിരുന്നു ആവശ്യമില്ല. ശരിയാണ്. എല്ലാവരും ആശംസകൾ. ഞങ്ങൾ ബാട്ടൺ ഹിൽസിലുള്ള ലൂമിയ റെസ്റ്റോറൻ്റാണ് മമ്മിയുടെ റിട്ടയർമെൻറ്റ് പാർട്ടി അവിടെ വെച്ച് നടത്താമെന്ന് വിചാരിച്ചത്. സോ ലഞ്ചൊക്കെ ലൂമിയനായിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് റിസോർട്ടിൻ്റെ ഫീലിംഗ് ആയിരുന്നു കേട്ടോ. കുറേ മരങ്ങളും ചെടികളും. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന അടുത്ത് തന്നെ ഒരു ചെറിയൊരു മിനി പോണ്ടൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ സൂത്തിങ് ടു അവർ ഐസ്. ലൈക്ക് ആ ഒരു ഡേ എന്ന് പറയുന്നത് ഭയങ്കര ചൂടും
ഈ ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എക്സോസ്റ്റഡ് ആയിരുന്നു. സോ വെൻ വി കെയിം ഹിയർ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അത് മാത്രമല്ല റിട്ടയർമെൻറ്റ് പാർട്ടിയൊക്കെ നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന മിനി പാർട്ടി ഹാൾസും ഡൈനിങ് ഏരിയാസൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു റിട്ടയർമെൻറ്റ് പാർട്ടി നടത്താൻ പറ്റിയ നല്ലൊരു പ്ലേസും കൂടെയാണ്. റിട്ടയർമെൻറ്റ് പാർട്ടീസ് മാത്രമല്ല, ബാക്കിയുള്ള ഒരു ഫുഡിൻ്റെ കാര്യമായാലും ഇറ്റ് വാസ് ഗുഡ്. പൊക്കം വെച്ചിട്ട് കണ്ടുകൂടെ? ഇത് ഐഫോണാ? സോ ഈ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തതിനൊക്കെ ശേഷം ഞങ്ങൾ ലഞ്ച് കഴിച്ചായിരുന്നു. ബൊഫയും ഊണും ദെൻ ഡെസേർട്ടും ആയിരുന്നു. സോ ഇതിനൊക്കെ ശേഷമാണ് എൻ്റെ 2 കസിൻസ് വന്നത്. സോ വി വർ ഹാവിങ് സം ടൈം ലൈക്ക് ടേക്കിംഗ് പിക്ചേഴ്സ് ആൻഡ് വീഡിയോസ് ആൻഡ് യു ക്യാൻ സീ ഇറ്റ്. എൻ്റെ ഒരു കസിൻ എടുത്ത വീഡിയോ ആണ്. ഐ വാസ് തിങ്കിങ് ദാറ്റ് ഹി വാസ് ടേക്കിംഗ് സം പിക്ചേഴ്സ്, but he was really just taking videos. So അതായിരുന്നു. ഇത് അമ്മാമ്മ വീട്ടിൽ വന്നിട്ടുള്ളതായിരുന്നു. അമ്മാമ്മയും അപ്പാപ്പനും കൂടെ ഉള്ളതാണ് കേട്ടോ. ഇത് കൊളീഗ്സ് എല്ലാവരും കൂടെ വീട്ടിൽ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനിയും അമ്മാമ്മയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഐ ഹോപ്പ് അമ്മാമ്മ